ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പാർട്ട്ണർ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക, ആരുമായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ മാത്രമുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ല, എന്ത് ചെയ്യും എന്ന് വിഷമിച്ച് നടക്കുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ദിസ് വീഡിയോ ഈസ് ഫോർ യു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇംഗ്ലീഷിൽ LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഈ 4 പില്ലേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ 4 പില്ലേഴ്സ് ഇല്ലാതെ നമുക്കൊരിക്കലും സ്പോക്കൺ എന്നുള്ള അതിപ്രധാനമായ ഒരു ഘടകത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ലിസണിങ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നേറ്റീവ് സ്പീക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വീഡിയോ നാം തിരഞ്ഞെടുത്ത് ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നാം അവരെ കേട്ട് അവരുടെ പ്രൊനൗൺസിയേഷൻ, അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഫ്രേസുകൾ, വൊക്കാബുലറീസ്, അതെല്ലാം ഉപയോഗിക്കുന്ന രീതിയും ദ വേ ഓഫ് ദെയർ ലാംഗ്വേജ് ആൻഡ് ദ വേ ഓഫ് ദെയർ ടോക്കിംഗ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലിസണിങ് സ്കിൽസ് എന്ന് പറയുന്നതിന് ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ. ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ലിസണിങ് സ്കില്ല് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാം ഒരാളെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അവർ പറയുന്നതെല്ലാം നാം അബ്സോർബ് ചെയ്ത് ഗ്രാസ്പ് ചെയ്ത് നമ്മുടെ സ്പോക്കണിലേക്ക് കൊണ്ടുവന്ന് നാം സ്പീക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് അറിയുന്ന വാക്കുകൾ ഉപയോഗിച്ച്, നമുക്കറിയുന്ന വേർഡ്സുകൾ ഉപയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയും മറ്റും ചെയ്തുകൊണ്ട് നമ്മൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, സ്പീക്ക് ചെയ്യാൻ മറ്റൊരു കമ്മ്യൂണിക്കേറ്റർ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിനെ എൻഹാൻസ് ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള, ലെവലപ്പ് ചെയ്യാനുള്ള മറ്റൊരു വഴിയുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി ഞാൻ വന്നിട്ടുള്ളത്. അതിന് നമുക്കൊരു പൈസയും ചിലവാക്കേണ്ട ആവശ്യമില്ല. അത് മറ്റൊന്നുമല്ല, ChatGPT ആണ്. ChatGPT നമുക്ക് നമ്മുടെ ഫോണിൽ ഇല്ലെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. ഈ ChatGPT ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ലഭിക്കും. ഓക്കെ, അതിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം കണ്ടല്ലോ, ആ സ്പീക്കറിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വൈറ്റ് സർക്കിളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഈ ഇൻ്റർഫേസ് ലഭിക്കുന്നതോടുകൂടെ വി ആർ എനേബിൾ ടു സ്പീക്ക് വിത്ത് ChatGPT. നമുക്ക് ChatGPTയുമായിട്ടുള്ള സംവദിക്കാനുള്ള, സംസാരിക്കാനുള്ള, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അവസരമായി. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാം. നമുക്ക് നമ്മുടെ സംസാരം മറ്റാരും കേൾക്കൂല. നമുക്ക് സാവധാനം അറിയുന്ന വാക്കുകൾ ഉപയോഗിക്കാം. അറിയുന്ന സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് ഫോർമേഷൻ ചെയ്യാം. സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് അവരോട് സംസാരിക്കാം. ബ്രോക്കൺ ലാംഗ്വേജ്, ബ്രോക്കൺ ഇംഗ്ലീഷ്, ബ്രോക്കൺ സെൻറ്റൻസ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കാം. ഒരു കുഴപ്പമില്ല. മറ്റൊരാൾ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല. അതേസമയം നമുക്ക് അനുയോജ്യമായിട്ടുള്ള മറുപടികൾ ChatGPT വോയിസ് ആയിട്ട് തന്നെ നമുക്ക് തരുമ്പോൾ അപ്പുറത്ത് ഒരു കമ്മ്യൂണിക്കേറ്ററുടെ സഹായത്തോടു കൂടെ നമുക്ക് സംസാരിക്കുന്നതായിട്ടൊരു ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വി വിൽ ഗെറ്റ് ദ കോൺഫിഡൻസ് ആസ് വെൽ, റൈറ്റ്? So this is actually happens when we are using ChatGPT and all the facilities of ChatGPT as well, right? And that's how we can definitely level up and enhance, boost our communication skills into the next level, right? So this is one of the facilities, but most of the people are unaware of this. ഇവിടെ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിച്ചാൽ മറ്റാൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ തെറ്റായ സെൻറ്റൻസ് സംസാരിച്ചാൽ അവർ ചിരിക്കും, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ഒരു ജഡ്ജ്മെൻറ്റിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസിയായി സ്ലോയിൽ സംസാരിച്ചുകൊണ്ട് ഗ്രാജുവലി നമുക്ക് എൻഹാൻസ് ചെയ്യാം, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. Hope you understood and you will start using this video very soon. Okay, have a nice day and have a great day ahead. Thank you.